ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് വർഷത്തിൽ ഒരിക്കലും ഇവിടെ സംഭവിക്കുന്ന ഒരു അത്ഭുതം കാണാനാണ്. സമയം ഇപ്പോൾ രാവിലെ 6:30. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മലരിക്കൽ അമ്പൽപ്പാടത്തിലാണ്. 650ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ പാടശേഖരം മുഴുവൻ ആമ്പൽ പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. മഴയത്ത് ഈ പാടത്തിലൂടെ നമുക്കൊരു ബോട്ട് യാത്ര നടത്താം. ലാലഞ്ചേട്ടനാണ് നമ്മളെ ഇന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നത് നെൽകൃഷി ചെയ്യുന്ന ഒരു പാടത്തിലൂടെയാണ്. കൊയ്ത്ത് കഴിയുമ്പോൾ ഈ പാടം മുഴുവൻ വെള്ളം കയറ്റും. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ തനിയെ ആമ്പൽപ്പൂ വളരാൻ തുടങ്ങും. ആരും വളർത്തുന്നതല്ല, തനിയെ വളരുന്നതാണ്. 4 മാസം മാത്രമായിരിക്കും ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പോഴേക്കും ഇതെല്ലാം നശിപ്പിച്ച് കളയും. എന്നിട്ട് വീണ്ടും ഇവിടെ നെൽകൃഷി ആരംഭിക്കും. നിങ്ങളിവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനത് വഴിയേ പറഞ്ഞു തരാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ബോട്ടുകളാണ് ഇവിടെ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടും ചെറുവഞ്ചികളും ഇവിടെയുണ്ട്. മഴയായതുകൊണ്ട് തന്നെ എല്ലാവരും റെയിൻകോട്ട് ഇട്ടിട്ടാണ് ബോട്ടിൽ കയറിയത്. വരുമ്പോൾ തന്നെ റെയിൻകോട്ട് വിൽക്കുന്നവരെ കാണാം. 100 രൂപ കൊടുത്ത് ഞാനൊരു വയലറ്റ് കളർ റെയിൻകോട്ട് മേടിച്ചു. വെറുതെ കാണാൻ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര ആമ്പൽപ്പൂ ഇവിടുന്ന് പറിച്ചെടുക്കാനും പറ്റും. ഒരു മണിക്കൂറാണ് നമ്മുടെ ബോട്ട് യാത്രയുടെ സമയം. കുറച്ചു നേരം ആമ്പൽപ്പൂക്കളുടെ ഇടയിൽ ബോട്ട് നിർത്തി ടൈം സ്പെൻഡ് ചെയ്തു. അതിനിടയിലാണ് ഞാൻ ലാലഞ്ചേട്ടനുമായി സംസാരിച്ചത്. വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 10-12 വർഷമായി ഈ പൂക്കൾ ഇങ്ങനെ സീസൺ വരുമ്പോൾ പൂക്കുന്നു. ഒരു 5 വർഷത്തിനുള്ളിലാണ് ഈ സ്ഥലം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും വന്നു തുടങ്ങിയതും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിദേശികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് രാവിലെ 6 മണിക്കെങ്കിലും നിങ്ങളിവിടെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 6 മണി മുതൽ 9:30 വരെയാണ് ഇവിടെ ബോട്ട് എടുക്കുന്ന സമയം. അപ്പോൾ മാത്രമേ ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. 9 മണി കഴിഞ്ഞാൽ പിന്നെ പൂ മൊട്ടാകാൻ തുടങ്ങും. വള്ളത്തിൽ കയറാൻ 1000 രൂപയാണ് കേട്ടോ. അതും 1 മണിക്കൂർ നേരം നമുക്ക് അവിടെ ചുറ്റി കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് വെള്ളത്തിൽ നിൽക്കുന്ന ഇവിടുത്തെ അമ്പലം. കാലാവസ്ഥ മൂലം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത് മിസ്സാകാതെ നോക്കണം. ഈ മഴയത്തും തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എല്ലാവരും മതിമറന്ന് സന്തോഷിക്കുന്നു, റീലുകൾ എടുക്കുന്നു, പാട്ട് കേൾക്കുന്നു. വൈബിന് ഒരു കുറവുമില്ല. 2 പാടശേഖരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം 650 ഏക്കറിലും മറ്റേത് 1850 ഏക്കറുമാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരം ഇവിടെയാണ്. പാടത്തിനോട് ചേർന്ന് ഹോം സ്റ്റേ അവൈലബിൾ ആണ്. സീസൺ ടൈമിൽ മാത്രം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവരുമുണ്ട്. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് മലരിക്കൽ ആമ്പൽപ്പാടം. ഒരുപാട് ദേശാടന കിളികളും വന്നു പോകുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഇത് 9:30 മുന്നേ വള്ളത്തിൽ കയറണം. 10:30 തീരും. ഞാൻ എന്തായാലും ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളെല്ലാം ചേട്ടപ്പോൾ തന്നാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നെങ്കിൽ വിളിച്ചോളൂ. ഓക്കെ. വേറെ ഒന്നും അവർക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുണ്ടോ? അവർക്ക് ഒന്നുമില്ല. ഇവിടെ ആഴമൊന്നും ഇല്ലല്ലോ, സേഫ് ആണല്ലോ. അവിടെയാണ് 4 അടി വെള്ളമുള്ളൂ. അപ്പൊ കുട്ടികളായിട്ടൊക്കെ വരാം, സേഫാണ്. ഓക്കെ. അങ്ങനെ ആമ്പൽപ്പാടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ദേ കരയിലേക്ക് എത്തിയിട്ടുണ്ട്. മഴച്ചാറ്റലുണ്ട്. ഒരുപാട് പേര് ദേ ഇപ്പോഴും ഇവിടെ വെയിറ്റിംഗ് ആണ് ആമ്പൽപ്പാടത്തിലേക്ക് പോകാനായിട്ട്. ഗൈസ്, ഇത്രയും മഴയാണ്, എന്നിട്ടും ഇവിടുത്തെ തിരക്ക് നിങ്ങളൊന്ന് നോക്കി. അതും ഇത്രയും രാവിലെ. സമയം ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിൽ തിരക്ക് നോക്കി. ശനി ഞായറുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. മഴയത്തും ആൾക്കാർ വന്ന് ഈ കാഴ്ച കാണുന്നു എന്നുള്ളതാണ്. കാരണം അതിന് മാത്രം ഉണ്ട് ഗൈസ്. കാരണം അതുകൊണ്ടാണ് അവർ വന്ന് കാണുന്നത് കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, തിരക്ക് കണ്ടോ.
അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ വീക്ക് ഡേയ്സ് വരിക. വീക്ക് ഡേയ്സ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ലിബറലായിട്ട് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് റഷ് ആയിരിക്കും കേട്ടോ. എന്തായാലും വന്നു കയറിയ ടൈമിംഗ് വളരെ നല്ലതായിരുന്നു. മഴ അപ്പോഴേക്കും തകർത്തു പെയ്യാൻ തുടങ്ങി. അക്കരെ പോകാൻ നിന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി കേട്ടോ. പക്ഷേ മഴയത്ത് ആ പാടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇതുപോലെ ആമ്പൽ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. 30 രൂപയാണ് ആ ഒരു കൊണ്ടപ്പൂവിന്. വെള്ളമുണ്ടോ ഇവിടെ? വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ഞാൻ ഈ വൈറ്റ് കളർ കണ്ടില്ലായിരുന്നു. വൈറ്റ് കുറച്ചങ്ങോട്ട് വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണാം വൈറ്റ്. പിന്നെ ലാസ്റ്റ് അങ്ങ് അമ്പലം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് ഉണ്ട്. പിങ്കും ഉണ്ട്. ഇതിപ്പോ ഫുൾ വൈറ്റ് അല്ല. ഓ, അതില് പിങ്ക് ഉണ്ടല്ലേ? ഓ, ഇത് ഫുൾ വൈറ്റ് അല്ല കേട്ടോ. വൈറ്റിൽ തന്നെ പിങ്കും വരുന്നുണ്ട്. അത് പിന്നെ വേറൊന്നും ഉണ്ട് വൈറ്റ്. തീരെ ചെറിയ പൂവോ, അത് ഫുൾ വൈറ്റ്. ഫുൾ വൈറ്റ് ആണ്. ഒത്തിരി വെറൈറ്റി വരുന്നുള്ളൂ. വെറൈറ്റി വരുന്നുണ്ട്. ഒരുപാട് ബേർഡ്സും ഉണ്ടല്ലേ? ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്. കുറെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അല്ലേ? അത് തന്നെ ദേശാടന കിളികളാ വരത്തുള്ളൂ. വന്നിട്ട് അതങ്ങ് പോവും. ഇവിടെ വീട് ഇവിടെ അടുത്ത് തന്നെ? അടുത്ത് തന്നെ. എത്ര നാളെ ഇവിടെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു മാസത്തിന് മുകളിൽ. അല്ല, മുന്നേ വരുമ്പോഴത്തേക്ക് സീസൺ വരുമ്പോ ചെയ്യുമായിരുന്നോ അതോ ഇപ്പോഴാണോ? എല്ലാ സീസണിലും ഉണ്ട്. ഇതിപ്പോ ഈ ഒരു നവംബർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കളഞ്ഞ് നെൽകൃഷി തുടങ്ങാം. നെൽകൃഷി ചെയ്യുന്ന പാടം 800 ഏക്കറുള്ള ഒരു പാടം. വലിയ പാടം. വലിയ പാടം ഇതാണല്ലേ? ഇത് 1800. നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടം. ഇത് ഞാൻ കണ്ടായിരുന്നു. 1800 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഇത് ഇതാണല്ലേ? അപ്പുറം ഒരു തോട് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയായി മാറുക. ഓ, ഓക്കെ. ഇതാണ് ജെ ബ്ലോക്ക് 9000. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ്. പക്ഷെ പൂ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ അവിടെയാണ്. അവിടെയാണ് മറ്റേ ആ ദേവീ ക്ഷേത്രമൊക്കെ കണ്ടില്ലായിരുന്നു? ക്ഷേത്രം കണ്ടില്ലായിരുന്നു കേട്ടോ. കാണാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ലെഫ്റ്റിലോട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കറങ്ങി വരും. ചിലരിങ്ങനെ കറങ്ങി വരും. ഓരോ രീതിയിലായിരിക്കും. അങ്ങനെ കറങ്ങി വരുമ്പോ ആ അമ്പലമാണ്. ആ അമ്പലമാണ് ഈ റീൽസിനകത്തൊക്കെ കൂടുതലും പറയുന്നത്. ദേവീ ക്ഷേത്രമാണ് വെള്ളത്തിൽ കിടക്കുന്ന. അത് ആ അമ്പലം. ഓ, അതും ഈ ഗുരുമന്ദിര ക്ഷേത്രം. ഇതാണ് സ്റ്റാർട്ടിങ്. ഓക്കെ ഓക്കെ. ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അതാണ്. ഇതാണ് ഒരു 400 മീറ്റർ വരെ ഉള്ളു ഈ കോൺക്രീറ്റ്. പിന്നെ അങ്ങോട്ട് എണ്ണുമ്പോൾ വഴിയില്ല. ഈ തെങ്ങിൻ്റെ സൈഡിൽ കൂടി ഉള്ള ചെറിയ വഴി, നടവഴി മാത്രമല്ല. അതുകൂടി വേണം നമ്മൾ കറങ്ങി പോകാനായിട്ട്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പൂവൊക്കെ നോക്കട്ടെ. ഒരുപാട് പൂവുണ്ടല്ലോ. ഇത് എല്ലാവർക്കും കൂടെ മേടിച്ച ഒറ്റയ്ക്ക് പറിച്ചാ നീ? ആണോ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ടാറ്റാ. എൻ്റെ പേര് ഋഷികേഷ്. അല്ല, ഞാൻ ട്രിവാൻഡ്രം. ഗൈസ്, അപ്പോൾ അങ്ങനെ ഞാൻ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.